ഒരു MD ഏകദേശം 11 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. അതും കറക്റ്റ് ഷോറൂം കണ്ടീഷനാണ്. ഇത് 2023 മോഡൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. 2010 വില കുറഞ്ഞ വണ്ടികൾ ഒത്തിരി വണ്ടികൾ ഇരിപ്പുണ്ട്. 2016 ശേഷമുള്ള എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലൊക്കെ വീണ്ടും സ്വാഗതം. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം നമ്മളെ ലൊക്കേഷൻ കാണുമ്പോൾ തന്നെ അറിയാം, നമ്മുടെ ഉളിയക്കോവിൽ പുന്നമൂട്ടിലുള്ള വീൽസ് ഹബ്ബിലാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. യൂസ്ഡ് ബൈക്കാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഓണം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എല്ലാത്തിനും ഒരു ഓഫറും കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിനകത്ത് ഏറ്റവും നമ്മൾ പറയുന്നതാണ്. അതുപോലെ സിബിൽ സ്കോർ അനുസരിച്ചായിരിക്കും നമുക്ക് ഇവിടുന്ന് വണ്ടി ഇറക്കാൻ പറ്റുക. അപ്പോൾ അതും കൂടി നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഓരോ വണ്ടിയുടെ ഡീറ്റെയിൽസ് ഫുള്ളും ഇതിനകത്ത് പറയുന്നതാണ്. അപ്പോൾ സ്കിപ്പ് ചെയ്ത് മുന്നോട്ട് കാണാൻ ശ്രമിക്കുക. അതുപോലെ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം ആണെങ്കിൽ കാണാൻ പറ്റുകയാണെങ്കിൽ മറക്കാൻ സപ്പോർട്ട് ചെയ്യുക. ഏകദേശം നമ്മളിവിടെ ഒരു 1 ഇയർ മുമ്പാണ് ഇവിടെ ഒന്ന് വീഡിയോ എടുത്തത്. അന്നേരം ഇത്രയും വണ്ടികളില്ലായിരുന്നു. പക്ഷെ ഇപ്പം നോക്കിയാൽ ഏകദേശം ഒരു 100-120 വണ്ടികളോട് ഇഷ്ടം പോലെ. നമുക്കിതിപ്പോൾ ഓരോന്ന് എടുക്കുവാണെങ്കിൽ വീഡിയോ നല്ലപോലെ ലെങ്ത് ആവും. അപ്പോൾ ഇതിന് നമുക്ക് ഏറ്റവും മെയിനായിട്ടുള്ള കുറച്ച് വണ്ടികൾ നമുക്ക് പരിചയപ്പെടുത്താം. അതുപോലെ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് വീഡിയോ തന്നെ വണ്ടികളെല്ലാം കാണിച്ചു തരാവേ. അതിൽ പക്ഷേ ഞാൻ ഒരെണ്ണം കാണിച്ചു തരാം. ഒരു MD ഏകദേശം 11 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. അതും കറക്റ്റ് ഷോറൂം കണ്ടീഷനാണ്. നിങ്ങൾക്ക് ഞാൻ വണ്ടി കാണിച്ചു തരാം. അതുകൊണ്ട് ഇതാണ് സാധനം കേട്ടോ. MD വെറും 11 കിലോമീറ്റർ മാത്രം ഷോറൂം കണ്ടീഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടവർ തീർച്ചയായിട്ടും കോൺടാക്ട് നമ്പർ എല്ലാം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. അതുപോലെ സിബിൽ സ്കോർ അനുസരിച്ച് നിങ്ങൾക്ക് വരികയാണെന്നുണ്ടെങ്കിൽ വണ്ടി ഉടനെ സ്വന്തമായിട്ട് ഇറക്കി കൊണ്ടുപോകാം. ഇത് 2023 മോഡൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള MDയാണ്. അത് കണക്ക് തന്നെ ഈ വണ്ടിയുടെ കാര്യം പറഞ്ഞാൽ 11 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. ഇത് സെക്കൻഡ് ഓണർഷിപ്പാണ്. പക്ഷേ 11 കിലോമീറ്റർ മാത്രമേ ഈ വണ്ടി ഓടിയിട്ടുള്ളൂ. ഇത് 2023 വണ്ടി സിംഗിൾ ഓണർ. 2021 വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പാണ്. ഇത് 2021 വണ്ടി, 21,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ഇത് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. 2018 ഡുവൽ ഡിസ്ക് വണ്ടി. ഇത് FC 250 ആയ വണ്ടി, സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ക്ലീൻ വണ്ടിയാണ്, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഇത് 2022 വണ്ടി, FC ആണ്. 16,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. ഇത് 2021 വണ്ടി, സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയായി. ഈ വണ്ടിയല്ല. ഇതിന് 2023 വണ്ടി V3S. R15 നമുക്ക് എത്ര ഇവിടെ ഉണ്ടോ? R15 2 ഇരിപ്പുണ്ട്. R15 V4 വേറെണ്ണം ഇരിപ്പുണ്ട്. V4 ഉണ്ടല്ലേ? V4 ഉണ്ട്. പിന്നെ വേറെ ഒത്തിരി വണ്ടികളുണ്ട്. പിന്നെ എയറോക്സ് ഇരിപ്പുണ്ട്. ക്വാളിറ്റി വണ്ടിയാണ്, സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്, കിലോമീറ്റർ കുറവുള്ള വണ്ടിയാണ്. എയറോക്സ്, യമഹയുടെ എയറോക്സാ. R15 എഞ്ചിൻ, ആ മോഡൽ എഞ്ചിൻ വരുന്ന വണ്ടിയാണ്. ഇത്രയും വണ്ടിയുടെ നമ്മൾ ഡീറ്റെയിൽസ് പറഞ്ഞേക്കുന്നത് വെച്ചാൽ എല്ലാ വണ്ടികളും വെച്ച് വില കൂടിയ വണ്ടികളാണ്. വില കുറഞ്ഞ വണ്ടികൾ ഒത്തിരി വണ്ടികൾ ഇരിപ്പുണ്ട്. 2016 ശേഷമുള്ള എല്ലാ വണ്ടികൾക്കും നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. പിന്നെ സിബിൽ സ്കോറും കാര്യങ്ങളും എല്ലാം ബാധകമായിരിക്കും. പിന്നെ ചെറിയ ബഡ്ജറ്റിലുള്ള ചെറിയ എമൗണ്ടിൽ ഇറക്കാൻ പറ്റുന്ന വണ്ടികളും ഉണ്ട്. ലോ IP 0 ഡൗൺ പേയ്മെൻറ്റിൽ ഇറക്കാൻ പറ്റിയ വണ്ടികൾ നമ്മളിലുണ്ട്. ഇത് TFT മീറ്റർ വരുന്ന 2023 മോഡൽ R15 V4 ആണ്. ക്ലീൻ വണ്ടിയാണ്, വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. സിംഗിൾ ഓണർ വണ്ടിയാണ്. നമ്മുടെ ഇൻസ്റ്റാ ഐഡിയും വീൽസ് ഹബ്ബിൻ്റെ ഇൻസ്റ്റാ ഐഡി നമ്മൾ ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇതിനകത്ത് ഫോളോ ചെയ്യുക. വണ്ടിയുടെ ഫുൾ ഡീറ്റെയിൽസ്, വില കുറഞ്ഞതും കൂടിയതും എല്ലാം നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് നമ്മുടെ ഇൻസ്റ്റയിലും അതുപോലെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മറക്കാതെ ഫോളോ ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം വീഡിയോയിൽ സപ്പോർട്ട് ചെയ്യുക. എനി ടൈം നാളെ മുതൽ നമുക്ക് അപ്ഡേഷൻ നമ്മൾ ഇൻസ്റ്റയിൽ ഓൾറെഡി നമ്മൾ വണ്ടിയുടെ എല്ലാ ഡീറ്റെയിൽസും ഫോട്ടോസും വീഡിയോസും ആയിട്ട് നമ്മൾ ഉടൻ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. കറക്റ്റ് ചെയ്ത് ഈ ഷോപ്പിൻ്റെ ലൊക്കേഷനും വരുന്ന വഴികൾ സഹിതം നിങ്ങൾക്ക് ഞാൻ കറക്റ്റായിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഈ SV ടാക്സി എന്ന് വരുന്നവർക്ക് ഡയറക്റ്റ് ഈ വഴിയിൽ നിന്ന് കയറുവാണെങ്കിലുള്ള ലൊക്കേഷൻ ഞാൻ കറക്റ്റായിട്ട് കാണിച്ചു തരാം.
SC ടാക്സിയിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ആ വരുന്ന വഴി തന്നെ നമുക്ക് ടാക്സും അതുപോലെ അതിൻ്റെ പോകുന്ന ലാൻഡ് മാർക്കും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഈ വരുന്ന വഴിയിൽ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് വീണ്ടും അടുത്ത് ലെഫ്റ്റ് തിരിഞ്ഞാണെങ്കിൽ കറക്റ്റ് ആ ഷോപ്പ് എത്തി വരും. എളുപ്പമാണ് കേട്ടോ. അപ്പോൾ ഇത് ശ്രദ്ധിച്ചായി വരുന്നൊരു അപ്പോൾ അടുത്തെന്ന് പറയുമ്പോൾ നമ്മൾ രണ്ടാംകുറ്റിയിൽ നിന്ന് അകത്തോട്ട് ഉളിയക്കോലിലോട്ട് പോകുന്ന വഴിയിലുള്ള ലൊക്കേഷൻ റൂട്ട് മാപ്പാണ് കേട്ടോ നമ്മൾ കാണിക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഇനി തൊട്ട് നമ്മൾ ഇൻസ്റ്റയ്ക്കകത്തും അതുപോലെ വണ്ടിയുടെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് വരുന്നത്. ഇപ്പോൾ SC ടാക്കീസ് അതേപോലെ രണ്ടാംകുറ്റിയിൽ നിന്നൊക്കെ വരുന്നവരാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾ വന്ന് എത്തിച്ചേരുന്ന സ്ഥലം എന്ന് പറയുമ്പോൾ പുന്നമൂട് ജംഗ്ഷനാണ് കേട്ടോ. പുന്നമൂട് ജംഗ്ഷനിൽ നിന്ന് നിങ്ങൾക്ക് അവിടെ നിന്ന് കുറച്ച് ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. റൂട്ട് മാപ്പ് എല്ലാം അതിനകത്ത് കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ ഹൈസ്കൂൾ ആ ഒരു ഭാഗത്തു നിന്നൊക്കെ വരുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഉളിയക്കോല് വരുന്നതിന് മുന്നേ തന്നെ ഇളംകുളം ജംഗ്ഷൻ എന്ന് പറയും. അപ്പോൾ ഇളംകുളം ജംഗ്ഷനിൽ നിന്ന് നേരെ നിങ്ങൾ വിട്ട് കഴിഞ്ഞാൽ, അതായത് ഇളംകുളം ജംഗ്ഷനിൽ നിന്ന് ഉളിയക്കോലോട്ട് തിരിയുന്നതും നേരെ ഒരു വഴിയുണ്ട് കേട്ടോ. നേരെ ചെല്ലുമ്പോൾ നിങ്ങൾ ഈ പുന്നമൂട് ജംഗ്ഷനാണ്. അവിടെ നിന്ന് കുറച്ച് ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക്. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് ആ കോൺടാക്ട് നമ്പറിൽ തന്നെ ബന്ധപ്പെടാം. ലൊക്കേഷൻ കറക്റ്റായിട്ട് എല്ലാം പറഞ്ഞു തരും. അതുപോലെ വണ്ടി ഒത്തിരി ഉണ്ടായിരുന്നു, പക്ഷേ നമുക്ക് ഫുള്ളൊന്നും കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്തായാലും നമ്മൾ ഇൻസ്റ്റ ഐഡിയും അതുപോലെ എല്ലാം നമ്മൾ മെൻഷൻ ചെയ്യുന്നുണ്ട്. അതുപോലെ വണ്ടിയുടെ ഡീറ്റെയിൽസ് എല്ലാം അപ്ഡേറ്റ് നമ്മൾ ഇൻസ്റ്റയ്ക്കകത്ത് മെൻഷൻ ചെയ്ത് വരുന്നതാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഉടൻ തന്നെ വരുന്നതാണ്.